ഗൈസ് ഞങ്ങളെ റോഡിനെ കുറ്റം പറയുന്നു ഗൈസ്. ഞങ്ങളെ വല്ലപ്പോഴും ആനക്കോട് റോഡിനെ കുറ്റം പറയുന്നുണ്ട്. ഇതാക്കാത്തെന്ന് പറഞ്ഞാൽ ആർക്കും എഴുതി കൊടുക്കണം. എന്റെ ബാക്കിലൊക്കെ അത് കീറിയിരിക്കണു. മോഡലാ ഷാളോണ്ട് കുറച്ചോ ക്കാൻ പോലും അറിയില്ല. പിന്നെ ഇപ്പൊ പായസം ഉണ്ടാക്കാൻ അറിയാതെ. ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ മണുക്കൾക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഗുഡ് മോർണിംഗ്. രാവിലെ ആയിട്ടോ. അപ്പോൾ പുതിയൊരു എന്താ പറയാ പൗഡറൊക്കെ കണ്ടിട്ട് പൗഡറൊക്കെ ഇട്ട് മിനിക്കിയാണ് ഗൈസ്. ഓക്കെ, അപ്പം എന്തായാലും പുതിയൊരു എന്താ പറയുക, ഞാനൊരു കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്പെഷ്യൽ സംഭവം പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. എന്താ പറയുക, എൻ്റെ ലൈഫിൽ എന്താ പറയുക എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം മറ്റുള്ള എന്താ പറയുക പുറമെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യമൊക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിലും ലക്ഷദ്വീപിലോട്ട് ഞാൻ പോകാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. ഇവള് ഫ്ലൈറ്റില് എവിടെ ഇരിക്കും? അപ്പൊ ഗൈസ് എന്തായാലും പ്രോഗ്രാമിന്റെ ആവശ്യത്തിനും അതുപോലെ അപ്പോ നമ്മുടെ സ്കിൽസ്പിയർ നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ടും മറ്റു 2-3 പ്രോഗ്രാമുകളൊക്കെ ആയിട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ എന്തായാലും പറയാ മറ്റേ ടെസ്റ്റ് അല്ല, എന്തായാലും നമ്മളൊരു സാധനം പെർമിറ്റ് അല്ല, സോറി യെസ് പെർമിറ്റും അതുപോലെ ഫ്ലൈറ്റ് ടിക്കറ്റും എല്ലാം ഇന്ന് രാവിലെയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ പോവും. ഇന്ന് 2-ാം തീയതി അല്ലേ? 2-ാം തീയതി വീഡിയോ എടുക്കണം കേട്ടോ ഞാൻ. അപ്പോൾ 3-ാം തീയതി പോവും അല്ലേ? 3-ാം തീയതി പോവും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം. കാരണം പോണത് അതെ മൊത്തം കടലിലായതുകൊണ്ട് എല്ലാവരും കന്നഡ മാത്രമേ പറയാനുള്ളൂ. കൈയായിട്ട് ഞാൻ കാരണം എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറത്ത് വരാം. ഇന്നലെ ഞാൻ ചെക്കന്മാരോട് പറഞ്ഞേ, മറ്റവരൊന്നും ചിലരൊന്നും പോയിരുന്നില്ലല്ലോ, ജംഷി മറ്റവരൊന്നും പോയിരുന്നില്ലല്ലോ. അത് ഞാൻ പറഞ്ഞേ എല്ലാവരും പുറത്ത് തരണം. കാരണം ലക്ഷദ്വീപ് പോണ തിരിച്ചു വരുമോന്ന് അറിയില്ല. എടി സുനാമി ഉണ്ടായാലോ? ഇവിടെ സുനാമി ഉണ്ടായ കുഴപ്പമില്ല, ഇത് പോവോ? ഇല്ലല്ല, ഇവിടേക്ക് എത്തൂല സുനാമി. പക്ഷേ അവിടെ സുനാമി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരില്ല. അങ്ങനൊന്നും ഇല്ല കേട്ടോ. എന്തായാലും ഒക്കെ പഠിച്ച ഓരോന്ന് വിധിച്ചിട്ടുണ്ടാവും, അതുപോലെ നടക്കും. പുത്തമണ്ടി അല്ല മോളെ. അനക്ക് അനന്തിപ്പോൾ തീരെ ആക്റ്റീവ് അല്ല. ഇവിടെ നമ്മുടെ പുതിയ കോഴ്സിൽ ചേർന്നു. എങ്ങനെയുണ്ട് നമ്മുടെ കോഴ്സിനെ പറ്റി എന്താ അഭിപ്രായം? ഫ്രണ്ട്സും ഫാമിലിയൊക്കെ എന്ത് പറയുന്നു? എന്നാലും അതിനെപ്പറ്റി കൂടുതൽ എന്താ പറയുക? അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കിൽസ്പിയർ എന്നുള്ള കോഴ്സ്, അതുപോലെ നമ്മുടെ LKG മുതൽ പിന്നെ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ആക്കിക്കൊണ്ടോ. 4-ാം ക്ലാസ് വരെ ആയിരുന്നു, പക്ഷെ ഒരുപാട് എൻക്വയറി ഒരുപാട് അഡ്മിഷൻ കൂടുന്നതുകൊണ്ട് 7-ാം ക്ലാസ് വരെ ആക്കിയിട്ടുണ്ട്. എന്താ പറയുക, ഒരു 1-1.5 ആഴ്ച ആയപ്പോഴത്തേന് മാഷാ അല്ലാഹ് ഒരു 80ഓളം അല്ലെങ്കിൽ 100ഓളം തന്നെ നമുക്ക് പറയാം അഡ്മിഷനും, അതുപോലെ എൻക്വയറി 10-300 എൻക്വയറിയും, അതുപോലെ എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളിലെ ഈ ഒരു പ്രായത്തിൽ നമുക്ക് കുട്ടികളെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് 1 മാസത്തെ കോഴ്സിന് ചേർത്തില്ലെങ്കിൽ അതും തുച്ഛമായ ഫീ, ചെറിയൊരു ഫീ മാത്രമേ വരുന്നുള്ളൂ. അതും കേരളത്തിലെ ബെസ്റ്റ് ട്രെയിനേഡ് ടീച്ചേഴ്സാണ് അവരെ കൂടെ ഉണ്ടാവുക. പിന്നെ ഈവനിങ് ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പോൾ എല്ലാവരും നമ്മളെ മക്കളെന്താ പറയുക ഇങ്ങനെ ഒരു കോഴ്സിൽ ചേർത്തണം എന്ന് ഞാൻ പറയും. എൻ്റെ ഒരു വ്യക്തിപര അഭിപ്രായം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എൻ്റെ അഭിപ്രായമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുട്ടി ട്യൂഷൻ ക്ലാസ്സിന് പോവുകയാണെങ്കിൽ സ്കൂളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ പഠിത്തത്തിൻ്റെ കാര്യങ്ങൾ ടോട്ടൽ മുന്നോട്ട് പോകുമ്പോൾ കുട്ടികൾ ആക്റ്റീവ് ഇല്ലാതെ പഠിക്കാൻ തോന്നൂല. ഇനി പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലോ അത്യാവശ്യം പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഏതെങ്കിലും ജോലിക്ക് കയറുന്നുണ്ടെങ്കിലും അവിടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ആക്റ്റീവ് ഉണ്ടോയെന്നോ നോക്കുള്ളൂ ആൾക്കാർ, അവിടെ ഇൻ്റർവ്യൂത്തെ ആൾക്കാർ. അല്ലാണ്ട് കുട്ടി രസമുണ്ടോയെന്നോ അല്ലെങ്കിൽ കുട്ടി പഠിക്കുന്നുണ്ടോയെന്നല്ല അവിടെ നോക്കുക, കുട്ടി ആക്റ്റീവ് ആണോ എന്ന് നോക്കുക. അപ്പോൾ എല്ലാത്തിൻ്റെയും ഘടകമാണ് എന്താ പറയുക, കുട്ടി ആക്റ്റീവ് ആണോ നോക്കേണ്ട കാര്യം. അപ്പോൾ നിങ്ങളുടെ കുട്ടികളെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുക്കാം.
പിന്നെ ഒന്ന് നിങ്ങൾ ചിന്തിക്കണം, കാരണം നമ്മളെപ്പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മളൊക്കെ ഇതിൻ്റെ ബാക്കിൽ അടിപൊളിയായിട്ട് നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതും ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കിഡ്സ് ആക്ടിവിറ്റീസ് ഓറിയൻറ്റഡ് കോഴ്സാണ്. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ഒരു കോഴ്സ് കൊണ്ടുവരാൻ ഒരുപാട് ടീച്ചർമാരുടെ എന്താ പറയുക ഒരു ബലം ഉണ്ട് ബാക്കിൽ. അതുപോലെ ഒരുപാട് അണിയറ പ്രവർത്തകർ ഇതിൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ ഇനിയൊരു സമയം എന്താ പറയുക, ഇനിയൊരു വരും സമയങ്ങൾ ഇൻഷാ അല്ലാഹ് സ്കിൽസ്പിയറിൽ പഠിക്കാതെ സ്കൂളിൽ പഠിച്ചിട്ടില്ല എന്നുള്ളൊരു സംഭവം തന്നെ ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ആക്റ്റീവ് ആവണം. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തിട്ട് അഡ്മിഷൻ ഒക്കെ എടുത്തോളൂ. കാരണം ഒരിക്കലും എന്താ പറയുക, ഈ ഒരു മാസത്തെ കോഴ്സ് നിങ്ങൾക്ക് വെറുതെ ആവില്ല. നമ്മുടെ കുട്ടികളുടെ ടാലൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ പഠിത്തത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള രീതികളിലായിക്കോട്ടെ എല്ലാവിധ കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഇത് എന്തെങ്കിലും ഒരു സംഭവമല്ല, ഇത് സിലബസ് അനുസരിച്ചിട്ടാണ് ഇത് പോകുന്നത്. ക്ലാസ് 30 ദിവസം 30 ആക്ടിവിറ്റീസാണ്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള 30 ആക്ടിവിറ്റീസാണ്. മനസ്സിലായില്ലേ? പിന്നെ അതുപോലെ തന്നെ ഒരു ടീച്ചർക്ക് ആകെ 5 കുട്ടികളെ വരുന്നുള്ളൂ ഈ ആക്ടിവിറ്റീസിൽ. മറ്റേ പഠിത്തത്തിലും കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കുട്ടികളുണ്ടാവും. എങ്കിലും ഈ ആക്ടിവിറ്റീസിൽ തന്നെ മനസ്സിലാക്കണം, ഒരു ടീച്ചർക്ക് 5 കുട്ടികളുള്ളൂ. അപ്പോൾ ടീച്ചർക്ക് കുട്ടികളെ നോക്കാനുള്ള ഒരു സമയം ഇഷ്ടം പോലെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ ഒക്കെ എടുത്തോളി. ഓക്കെ, ഫോണിൻ്റെ ഉള്ളിൽ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. എവിടെ നോക്കിയിട്ട് അങ്ങനെയൊന്നും കാണൂല. ഇന്നലെ വീണതാ, മറന്നിക്കണം. അപ്പൊ ഗൈസ്, എന്താണ് വിശേഷം? മുത്തേ വരുവാ. മുത്ത് പിന്നെ ഡിഗ്രി കഴിഞ്ഞ് എന്തൊക്കെ ഉള്ളടാ? അക്കൗണ്ട്സിലൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. പുറത്ത് പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗൾഫിൽ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും ജോബ് എവിടെയെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിലും ഒന്ന് പറയട്ടെ, എന്നെ അറിയിച്ചാലും മതി. അക്കൗണ്ട്സിലെ ഡിഗ്രി സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം കയ്യിലുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല അതല്ലേ. പക്ഷെ അതാ തെറ്റാക്കും. ഗൈസ്, ഞങ്ങളെ റോഡിനെ കുറ്റം പറയുന്നു ഗൈസ്. ഞങ്ങളെ വല്ലപ്പുഴ ആനക്കോട് റോഡിനെ കുറ്റം പറയുന്നുണ്ട്. ഇതാക്കാത്തെന്ന് പറഞ്ഞാൽ ആർക്കും എഴുതി കൊടുക്കണം. അതായത് വല്ലപ്പുഴ ആനക്കോട് റോഡ് വളരെ മോശമാണ്, ഭയങ്കര മോശം. സംഭവം എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ കംപ്ലൈന്റ് ഞാൻ കൊടുത്തിക്കണേ. പക്ഷെ അപ്പൊ പറഞ്ഞെന്താ വെച്ചാൽ ഇപ്പൊ മഴയാണ്, അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡിസംബറിൽ എന്തോ 1-2-3 പിന്നെ റെഡിയാക്കലൊക്കെ വരുന്നുണ്ട്. അതിലെന്തായാലും ആനക്കോട് റോഡ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇല്ലെങ്കിൽ എന്തായാലും നമ്മൾ പ്രസവിക്കാൻ എന്തായാലും പോണല്ലോ. അപ്പൊ പിന്നെ നമുക്ക് ആ റോട്ടിലൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. എന്തെങ്കിലും പോലെ കൊണ്ട് ഉപകാരം ഉണ്ടാവട്ടെ. മുടിപ്പിക്കാൻ പറ്റില്ല തന്നെ, മുടിപ്പിക്കാൻ പറ്റില്ല തന്നെ. ഒരു 4 മുട്ടായി മേടിക്കുക, നമ്മൾ പോവാ. എവിടെ കാരണം എൻ്റെ ബാക്കിലൊക്കെ അത് കീറിയിരിക്കണു. മോഡലാ മോഡൽ ബാക്കിൽ കീറിക്കടി മോഡലാ. പാത്രം ഇതെന്താ കുടിയിരിക്കല്ല വന്ന് കണക്കെന്തെങ്കിലും തിന്നാൻ വാങ്ങാൻ വേണ്ടി കൊടുത്തിട്ട് എന്തെങ്കിലും പൂതി ഉണ്ടെങ്കിൽ അത് തിന്നാൻ വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കുന്നത്. അവള് ഫുള്ള് പാത്രത്തിന്റെ വിലയ്ക്ക് നോക്കുന്നത്. അങ്ങ് ന്യൂട്രലാണെന്ന് പറഞ്ഞില്ലേ? എവിടെ വെച്ച് ന്യൂട്രല്ല എവിടെ? അങ്ങനെയല്ലടാ, സമയല്ലേ. ഞാൻ നല്ലൊരു രീതിയിലായിട്ട് അവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വരട്ടെ എന്ന് വിചാരിച്ചപ്പോ അപ്പൊ അത് തലയിൽ എന്താ പറയാ എന്താ കുലുക്കി നോക്കണേ. ഏറ്റവും ചെറുതെടുത്തല്ല, അതാകുമ്പോ ടേസ്റ്റ് കൂടും. അല്ലല്ല കൂടും, സീരിയസ്ലി ചേച്ചി. അങ്ങനെയല്ല ഉണ്ടാവുക. എന്തെടുത്ത് ന്യൂട്രല്ല. ഇനി എന്താണ്ട് മുട്ടായോ? മുട്ടായി 50 മുട്ടായി കുറേ കിട്ടും. കാരണം ഡെയിലി ഓരോന്നും തിന്നാ.
അതാണോ? ഇതെന്താ മാഗിയോ? ഏതൊക്കെ തിന്നാൻ പറ്റും ഏതൊക്കെ തിന്നാൻ പറ്റാത്തെന്നുള്ള എനിക്കറിയില്ല കേട്ടോ. ആ എന്ത് ഏത് അതിനെത്ര നോക്കാം? 50? പിന്നെ 50 വരുന്നുള്ളൂ. തിന്നിച്ചെങ്കിൽ പിടിച്ചോ. അങ്ങനല്ല, ഡെയിലി ഓരോന്നൊക്കെ. മോൻസിന് എന്താണ്ട്? ഇന്നത്തെ ഓഫറാ അതോ എന്നുണ്ടോ? സ്പെഷ്യൽ ഓഫർ ഉണ്ടോ ഇവിടെ? ഇവിടെ അതൊന്നും പോവില്ല. ഇവിടെ ഇങ്ങനത്തെ കിലുങ്ങണതും പമ്പരോ അങ്ങനെയൊക്കെ പോവുള്ളൂ. പായസം ഉണ്ടാക്കാൻ അറിയില്ല. അതാണ്, പായസം ഉണ്ടാക്കാൻ പോലും അറിയില്ല. പിന്നെ ഇപ്പൊ പായസം ഉണ്ടാക്കാൻ അറിയാതെ പായസത്തിന് സാധനം കണ്ടിട്ട് കാര്യം. അതൊരു മോശമാണ്, മോശത്തിലാണ് അതൊക്കെ. അത് കുടിച്ചാൻ പറ്റൂലല്ലോ. മോനൂസിന് എന്താ അടിച്ച് കൊടുത്ത? വേണ്ട വേണ്ട ഇല്ല, വേണ്ടാത്തുണ്ട്. കാരണം ഫുഡ് കഴിച്ചോണ്ടേ പിന്നെ രാവിലെ ചായ കുടിച്ച് ലേറ്റ് ആയിട്ടാ. കാരണം ഇന്ന് രാവിലെ നേരത്തെ വന്നത്. അപ്പോൾ പിന്നെ നല്ല ലേറ്റ് ആയിച്ചാ, കുറച്ച് ലേറ്റായി എണീക്കാൻ. അപ്പോൾ ചായ കുടിച്ചപ്പോൾ ഒന്നും വേണ്ട, തിന്നാൻ തോന്നുന്നു. നിങ്ങൾക്ക് എന്താ മേടിച്ചെങ്കിൽ മേടിച്ചോ. മോനൂസിനും മുത്തിനും ഓരോന്ന് എടുത്തോ. മുത്തിന് ഇഷ്ടമുള്ള മുട്ടായി ഏതാന്നൊക്കെ. പണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന മുട്ടായി ഏതായിരുന്നു? അതാണ് അടുത്ത ചോദ്യം. നിങ്ങൾ ഈ കുട്ടിക്ക് കൊടുക്കുന്ന മുട്ടായി എന്ന് ഉദ്ദേശിക്കുന്നത് ലവ്വറിനാട്ടോ അല്ലേ മുത്തേ? നമ്മളൊക്കെ എത്ര മിൽക്കി ബാറുകളും എത്ര മഞ്ചുകളും എത്ര ഇതൊക്കെ കൊടുത്തതാന്നൊക്കെ. അതിനൊക്കെ എന്തെങ്കിലും വെള്ളം എടുത്തോളാം. ഞാൻ പിന്നെ എടുത്തോളാം. സോഡനോട് ഇഷ്ടമാണ് കേട്ടോ കൂടുതല്. സോഡനോട് കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ. അതിന് എടുത്തോ, കുട്ടികൾ തീർക്ക്. ഇത് കുടിക്കണതാണോ? ഓക്കെ. ഇത് സൂപ്പർ മാർക്കറ്റ് എവിടെ? നെടുവണ്ണൂരോ? നെടുവണ്ണൂര് ഡേമാർട്ട്. അപ്പൊ ഇന്ന് ഇൻഷാ അല്ലാഹ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മ എത്തിയിട്ടില്ല. ഉമ്മ ഇപ്പോൾ വീഡിയോ കോൾ ഞാൻ ചെയ്തപ്പോൾ ഉമ്മ അവിടെ എന്താണ് പറയാ, ജിൻസിയ ഉമ്മ എവിടെ? നാവൂര്. സോറി, നാവൂരിലാണ് ഉമ്മ. അല്ല, നടുവന്നൂര് നാവൂര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാ. അപ്പം നാവൂരല്ലേ. അപ്പോൾ ഉമ്മ ഇന്നലെ നാളെ എത്തും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഉമ്മ എത്താണെന്നുണ്ടെങ്കിൽ ഉമ്മാനെ കണ്ടിട്ട് പോകാനോ, ഇല്ലെങ്കിൽ എന്തായാലും നാളെ രാവിലെ ഫ്ലൈറ്റ് 10:30 തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകണം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ദുആ ചെയ്യുന്നുണ്ടോ? കഴിഞ്ഞോ? എന്ത് എൻ്റെ ഞാൻ എടുത്തിട്ടില്ലേ? എനിക്കുള്ള എന്തായാലും ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഈ പൈസ ഉണ്ടെങ്കിൽ ടോപ്പ് വാങ്ങാനാണ്. ടോപ്പ് വാങ്ങാൻ തിന്നാൻ പറ്റുമോ? ഉണ്ടല്ലോ റബ്ബ് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പാടെ. പൊളിക്കണ്ടോ? വണ്ടി പൊളിക്കണ്ടോ? ദേ നിങ്ങളുടെ മോൾ അപ്പൊ ജിൻസിക്ക് എന്താ പറയാ? ഞാന് പോവാണ്. 10 ദിവസം ഇവിടെ ഉണ്ടാവില്ല.
കുപ്പിയൊക്കെ പെറുക്കി പോണ ഒരുത്തൾ പിന്നെ ആടെ ഒരു കാര്യമുണ്ട്, നിലത്തുള്ള കുപ്പിയും ഇതൊക്കെ ഉണ്ടാവും, എന്നാലും ഒന്നും പറയില്ല. എവിടെ അന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വിചാരിച്ചിട്ട് എൻ്റെ ഉമ്മ ഒന്നും പറയാത്തേ. ഞാൻ വെറുതെ മക്കളെ. അപ്പയോ ഞാൻ ഇറങ്ങാട്ടോ. മിനിസിയെ ആ കുപ്പിയോ ഇതെന്താ ഒരു സാധനം ഉണ്ടോ ഈ സൈഡിലെന്താ? നല്ല ഷാളുണ്ട് കുറച്ചോ എന്തെങ്കിലും ആയിരിക്കും പുറത്ത്. അപ്പൊ അപ്പൊ എന്താ പറയാ, നമ്മള് നാളെ രാവിലെ പോവും. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ്. ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ പോയാൽ മതിയായിരുന്നു, കോഴിക്കോട് നിന്ന് അല്ലേ? എന്താ വിശേഷം? നമ്മ ഫുള്ള് തിരക്കാണ്, ബിസിയിലാണ്. ഇവിടുന്ന് പോയാൽ മതിയാനോ? അപ്പൊ അവിടുന്ന് ഉമ്മയില്ല അവളും ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ തന്നെ ഡ്രസ്സൊക്കെ റെഡിയാക്കി. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞില്ലേ, ഒക്കെ തിരുമ്പി അലക്കി റെഡിയാക്കി. അവിടെ നിക്കുവെച്ചെങ്കിൽ വേണ്ടി കൊണ്ടുപോവാ. ഇപ്പല്ല, അമ്മ നാളെ വരുള്ളേ. കുഞ്ഞോളം അവിടേക്കാരോ കുഴപ്പമില്ല. ഒരു ഡ്രസ്സ് എടുത്തിട്ടാണല്ലേ ഉള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല. ടീഷർട്ടുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ, കുഴപ്പമില്ല. മോനെ ഫുഡ് കഴിച്ചിട്ട് പകുതി ഇട്ടിട്ട് വരണ്ട കേട്ടോ, ഞാൻ പോവാന്നുണ്ടെങ്കിൽ വന്നിക്കാണ്. അപ്പൊ എന്താ ശരി. അപ്പൊ എല്ലാവരോടും നിങ്ങളും പ്രാർത്ഥിക്കണം, ഇവിടെ ഉള്ളവരും പ്രാർത്ഥിക്കണം എല്ലാവരും. ശരി, ഇൻഷാ അല്ലാഹ്.